പാപത്തിൻ്റെ നീർക്കയത്തിൽ വീണുവലഞ്ഞു ഞാൻ. യേശുനാഥൻ പേര് ചൊല്ലി വിളിച്ച ഏവർക്കും ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. തിരുസഭ മാതാവ് ഇന്ന് നമുക്ക് നൽകുന്ന വചനധ്യാനം മത്തായിയുടെ സുവിശേഷം 9-ാം അധ്യായം 9 മുതൽ 13 വരെയുള്ള വാക്യങ്ങളാണ്. യേശുനാഥൻ ചുങ്കക്കാരനായ മത്തായിയെ വിളിക്കുന്നു. തിരുസഭ മാതാവ് ഇന്ന് മത്തായി അപ്പോസ്തലൻ്റെ തിരുനാൾ കൊണ്ടാടുകയാണ്. ഏവർക്കും ഈ തിരുനാളിൻ്റെ അനുഗ്രഹ ആശംസകൾ നേരുന്നു. യേശു ചുങ്കക്കാരനായ മത്തായിയെ തന്നെ അനുഗമിക്കുവാൻ വിളിക്കുകയും അവനോടൊപ്പം അത്താഴം കഴിക്കുകയും പാപികൾ എന്ന് കരുതുന്ന മറ്റ് ആളുകളോടും ഒപ്പം ആ വിരുന്നുമേശയെ വിസ്തീർണമാക്കുകയും ചെയ്യുന്നുണ്ട് കർത്താവ്. ഈ ഭാഗത്തിലെ യേശുവിൻ്റെ പ്രവർത്തനങ്ങൾ സുവിശേഷം എന്നത് ഒരു വിരുന്നുമേശ അനുഭവമാണെന്ന് തോന്നിപ്പിക്കുമാറ് ഉള്ളതാണ്. കാരണം ചുങ്കക്കാരൻ മത്തായിയെ കർത്താവ് വിളിച്ചപ്പോൾ അവനെല്ലാം ഉപേക്ഷിച്ച് യേശുവിനെ അനുഗമിച്ചു. അവൻ യേശുവിന് ഒരു വിരുന്നൊരുക്കിയാണ് അവൻ്റെ ജീവിതം, പഴയ ജീവിതം അവസാനിപ്പിച്ച് പുതിയ ജീവിതം, യേശുവിനോടൊപ്പമുള്ള ജീവിതം ആരംഭിക്കുന്നത്. അങ്ങനെയെങ്കിൽ മത്തായിയുടെ വിളി ആത്യന്തികമായിട്ടും വിരുന്നുമേശയിൽ നിന്നുമാണ്, അഥവാ വിരുന്നുമേശയിലേക്കാണ്. വിരുന്നുമേശ എന്നത് സുവിശേഷ ജീവിതത്തിൻ്റെ പങ്കുവെപ്പ് അനുഭവമാണ്. ഒരർത്ഥത്തിൽ ചുങ്കം പിരിച്ചിരുന്ന അവൻ്റെ മേശയെ അവൻ തട്ടിമാറ്റിക്കൊണ്ട് യേശുനാഥനുള്ള സ്നേഹത്തിൻ്റെ വിരുന്നുമേശ അവൻ്റെ ഭവനത്തിൽ തയ്യാറാക്കി. ചുങ്കം പിരിക്കുന്ന അവൻ്റെ ഉത്തരവാദിത്വത്തിൽ നിന്നും അവൻ സ്നേഹം പിരിക്കുന്ന ദൈവിക ഉത്തരവാദിത്വത്തിലേക്ക് ഉയർത്തപ്പെട്ടു. മറ്റുള്ളവരിൽ നിന്നും പിടിച്ചെടുക്കുന്ന ചുങ്കം പിരിക്കുന്ന തൊഴിൽ ഉപേക്ഷിച്ചുകൊണ്ട് മറ്റുള്ളവർക്ക് വേണ്ടി മുറിച്ചു നൽകുന്ന സ്നേഹത്തിൻ്റെ വിരുന്നു ജീവിതം അവൻ യേശുവിനോടൊപ്പം അവൻ്റെ ഭവനത്തിലെ വിരുന്നുമേശയിൽ നിന്നും ആരംഭിക്കുന്നു. അങ്ങനെയെങ്കിൽ മത്തായി തൻ്റെ ഭവനത്തിൽ യേശുവിനെ വിളിച്ചുകൊണ്ട് നടത്തിയ വിരുന്നിന് പെസഹ വിരുന്നിൻ്റെ അഥവാ അന്ത്യത്താഴത്തിൻ്റെ മണമുണ്ടായിരുന്നു. ഒരർത്ഥത്തിൽ ആ മണം കർത്താവായ യേശുനാഥൻ അവനിൽ നിന്നും അനുഭവിച്ചതുകൊണ്ടാണ് അവനെ, ലേവിയായിരുന്നവനെ അഥവാ ചുങ്കം പിരിക്കുന്നവനെ, മത്തായി എന്ന് വിളിച്ചുകൊണ്ട് തന്നെ അനുഗമിക്കുവാൻ ആവശ്യപ്പെട്ടത്. ഒന്നാമതായി യേശുവിൻ്റെ കരുണയാണ്. യേശുവിൻ്റെ പ്രവർത്തികൾ പാപികളോടുള്ള അവൻ്റെ കരുണ പ്രദർശിപ്പിക്കുന്നതാണ്. അവൻ അവരുടെ നേരെ കണ്ണുകൾ അടച്ചില്ല, മുഖം തിരിച്ചില്ല, അവരെ നോക്കി അവൻ പല്ലിളിച്ചില്ല. പകരം കർത്താവ് പറഞ്ഞു, നീതിമാന്മാർക്ക് വേണ്ടിയല്ല, പാപികൾക്ക് വേണ്ടിയാണ് ഞാൻ വന്നിരിക്കുന്നത്. ആരോഗ്യവാന്മാർക്കല്ല, രോഗികൾക്ക് വേണ്ടിയാണ് ഞാൻ വന്നിരിക്കുന്നത്. കരുണ ആവശ്യമുള്ളവർക്ക് വേണ്ടിയാണ് ഞാൻ വന്നിരിക്കുന്നത്. ബലിയല്ല, കരുണയാണ് ഞാൻ ആഗ്രഹിക്കുന്നത് എന്ന് കർത്താവ് പറഞ്ഞ വചനത്തിൻ്റെ അന്വർത്ഥതയാണ് മത്തായി ശ്ലീഹയെ വിളിക്കുന്നതിലൂടെ കർത്താവ് അവിടെ നിർവഹിക്കുന്നത്. കാരണം അവിടെ ആ വിരുന്നുമേശയിൽ മത്തായിയും കുടുംബവും യേശുവും മാത്രമായിരുന്നില്ല, പാപികളോടുകൂടെ, ചുങ്കക്കാരോടുകൂടെ യേശുനാഥൻ മത്തായിയോട് ചേർന്നിരുന്നു. അതുകൊണ്ട് തന്നെ അത് കരുണയുടെ മേശയും ഇരിപ്പിടവുമായി. രണ്ടാമതായി ജനത്തിൻ്റെ ആവശ്യവും ക്രിസ്തുവിൻ്റെ ആവശ്യവും. ജനത്തിന് യേശുവിനെ കൊണ്ട് ഒത്തിരി ആവശ്യമുണ്ടായിരുന്നു. എങ്കിൽ യേശുവിന് അവരോടുള്ള ആവശ്യം, തൻ്റെ കരുണയുടെയും രോഗശാന്തിയുടെയും ആവശ്യകത ആളുകൾ അറിയണമെന്നും സ്വന്തം ബലഹീനത, ഓരോ വ്യക്തിയുടെയും ബലഹീനതകൾ, കുറവുകൾ അറിയാതെ അവർക്ക് പിതാവിൻ്റെ സ്നേഹം അറിയുവാൻ കഴിയുകയില്ല എന്നും യേശുനാഥൻ അവരെ പഠിപ്പിക്കുകയായിരുന്നു. അതാണ് ചുങ്കക്കാരോടും പാപികളോടും കൂടി ഇരുന്ന് കർത്താവ് അനുഭവിച്ച ആ വിരുന്നിൻ്റെ അർത്ഥം. രണ്ടാമതായി ജനം എളിമ പഠിക്കണമെന്ന് യേശു ആഗ്രഹിക്കുന്നു. എന്താണ് എളിമ? ദൈവമായവൻ പാപികളോടുകൂടെ ആ വിരുന്നുമേശ പങ്കിട്ടു എന്നതാണ്. സ്വർഗത്തിലിരിക്കുന്നവൻ ഭൂമിയിൽ പാപികൾക്ക് മധ്യേ വന്നിരിക്കുവാൻ മനസ്സ് കാണിച്ചു എന്നതാണ്. അതുകൊണ്ട് നീ ക്രിസ്തുവോളം എളിമപ്പെടുവാൻ വിളിക്കപ്പെട്ടവനാണ് എന്ന ബോധ്യമാണ് ആ വിരുന്നുമേശ നമുക്ക് നൽകുന്നത്. മൂന്നാമതായി ക്രിസ്തുവിൻ്റെ ബലിയിലേക്ക് യേശുനാഥൻ അവരെ ഒരുക്കുകയായിരുന്നു. താൻ ബലിയർപ്പിക്കുവാൻ, കുരിശുമരണത്തിന് വേണ്ടി ഒരുക്കപ്പെടുവാൻ വന്നവനാണ്. അന്ത്യത്താഴത്തിന് മുൻപ് കർത്താവായ യേശുനാഥൻ അവരെ, ഈ പാപികളെ, ചുങ്കക്കാരെ ചേർത്ത് വയ്ക്കുമ്പോൾ
അവരെ ഈ ബലിയിലേക്ക് കർത്താവ് ഒരുക്കുകയായിരുന്നു. അതാണ് പാപികളെ വിളിക്കാൻ വന്ന യേശുവിൻ്റെ സുവിശേഷ ദൗത്യവും ലക്ഷ്യവും. പ്രിയമുള്ളവരെ, മത്തായി അപ്പോസ്തലൻ്റെ ഈ തിരുനാൾ നമ്മൾ കൊണ്ടാടുമ്പോൾ നമുക്ക് ക്രിസ്തുവിൻ്റെ വിരുന്നുമേശകളായി, അഥവാ ക്രിസ്തുവിന് വേണ്ടി വിരുന്നുമേശകൾ ഒരുക്കുന്നവരായി അനുതാപത്തോടെ, എളിമയോടെ, ഭക്തിയോടെ, സ്നേഹത്തോടെ നമുക്ക് രൂപപ്പെടുകയും രൂപാന്തരപ്പെടുകയും ചെയ്യാം. ദൈവം നമ്മെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. ആമേൻ. പാപികളെ തേടി വന്ന പാലകനേശുവേ, പാദതാരിൽ വന്നു നിൽക്കും പാപിയെ കാക്കണേ. പാപികളെ തേടി വന്ന പാലകനേശുവേ, പാദതാരിൽ വന്നു നിൽക്കും പാപിയെ കാക്കണേ. ആശകളാൽ നിന്നെ വെടിഞ്ഞു ഞാൻ, ലോകദ്രവ്യ ആശകളാൽ നിന്നെ വെടിഞ്ഞു ഞാൻ. സന്തോഷവും സൗഭാഗ്യവും തേടിയലഞ്ഞു ഞാൻ, സന്തോഷവും സൗഭാഗ്യവും തേടിയലഞ്ഞു ഞാൻ. പാപികളെ തേടി വന്ന പാലകനേശുവേ, പാദതാരിൽ വന്നു നിൽക്കും പാപിയെ പാപത്തിൻ്റെ നീർക്കയത്തിൽ വീണുവലഞ്ഞു ഞാൻ. യേശുനാഥൻ പേര് ചൊല്ലി വിളിച്ച ഏവർക്കും ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. തിരുസഭ മാതാവ് ഇന്ന് നമുക്ക് നൽകുന്ന വചനധ്യാനം മത്തായിയുടെ സുവിശേഷം 9-ാം അധ്യായം 9 മുതൽ 13 വരെയുള്ള വാക്യങ്ങളാണ്. യേശുനാഥൻ ചുങ്കക്കാരനായ മത്തായിയെ വിളിക്കുന്നു. തിരുസഭ മാതാവ് ഇന്ന് മത്തായി അപ്പോസ്തലൻ്റെ തിരുനാൾ കൊണ്ടാടുകയാണ്. ഏവർക്കും ഈ തിരുനാളിൻ്റെ അനുഗ്രഹാശംസകൾ നേരുന്നു. യേശു ചുങ്കക്കാരനായ മത്തായിയെ തന്നെ അനുഗമിക്കുവാൻ വിളിക്കുകയും അവനോടൊപ്പം അത്താഴം കഴിക്കുകയും പാപികൾ എന്ന് കരുതുന്ന മറ്റ് ആളുകളോടും ഒപ്പം ആ വിരുന്നുമേശയെ വിസ്തീർണമാക്കുകയും ചെയ്യുന്നുണ്ട് കർത്താവ്. ഈ ഭാഗത്തിലെ യേശുവിൻ്റെ പ്രവർത്തനങ്ങൾ സുവിശേഷം എന്നത് ഒരു വിരുന്നുമേശ അനുഭവമാണെന്ന് തോന്നിപ്പിക്കുമാറ് ഉള്ളതാണ്. കാരണം ചുങ്കക്കാരൻ മത്തായിയെ കർത്താവ് വിളിച്ചപ്പോൾ അവനെല്ലാം ഉപേക്ഷിച്ച് യേശുവിനെ അനുഗമിച്ചു. അവൻ യേശുവിന് ഒരു വിരുന്നൊരുക്കിയാണ് അവൻ്റെ ജീവിതം, പഴയ ജീവിതം അവസാനിപ്പിച്ച് പുതിയ ജീവിതം, യേശുവിനോടൊപ്പമുള്ള ജീവിതം ആരംഭിക്കുന്നത്. അങ്ങനെയെങ്കിൽ മത്തായിയുടെ വിളി ആത്യന്തികമായിട്ടും വിരുന്നുമേശയിൽ നിന്നുമാണ്, അഥവാ വിരുന്നുമേശയിലേക്കാണ്. വിരുന്നുമേശ എന്നത് സുവിശേഷ ജീവിതത്തിൻ്റെ പങ്കുവെപ്പ് അനുഭവമാണ്. ഒരർത്ഥത്തിൽ ചുങ്കം ഭരിച്ചിരുന്ന അവൻ്റെ മേശയെ അവൻ തട്ടിമാറ്റിക്കൊണ്ട് യേശുനാഥനുള്ള സ്നേഹത്തിൻ്റെ വിരുന്നുമേശ അവൻ അവൻ്റെ ഭവനത്തിൽ തയ്യാറാക്കി. ചുങ്കം ഭരിക്കുന്ന അവൻ്റെ